അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ടൈം ലൈനുകളിൽ, സ്റ്റോറികളിൽ, സ്റ്റാറ്റസുകളിലൊക്കെ ഉരുൾപൊട്ടലിന്റെയും കനത്ത മഴയുടെയും ദൃശ്യങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് 2-3-4 ദിവസങ്ങളായി ആസാമിൽ നിന്നടക്കം വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ചില ബാധ്യതകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒന്ന്, ഇത്തരം കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യാത്ത സമൂഹം, അഫക്റ്റ് ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ഹൃദയത്തിലേക്ക് എടുത്തു വെച്ച് അവർക്ക് വേണ്ടി അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തുകയും ചെയ്യുക എന്നുള്ള വലിയൊരു ദൗത്യം നിർവഹിക്കാനുണ്ട്. കേവലം ആ ദൃശ്യങ്ങളിലേക്ക് നോക്കി ഇങ്ങനെ സിമ്പതി പ്രകടിപ്പിക്കുന്നവരാവുക എന്നുള്ളതല്ല നമ്മുടെ ഉത്തരവാദിത്വം. രണ്ടാമത്തത്, ആ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ ഫിസിക്കലായി തന്നെ ഇടപെടുക എന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മുടെ സ്വന്തം ജീവനെയും സ്വന്തം കാര്യങ്ങളെയും സുരക്ഷിതമാക്കി ഏറ്റവും ശരിയായ രീതിയിൽ അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഇടപെടുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാധ്യതയുള്ള കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഒരുപക്ഷെ ഇതൊന്നും അഫക്റ്റ് ചെയ്യാത്ത നമ്മുടെയൊക്കെ പല പ്രദേശങ്ങളും, അഫക്റ്റ് ചെയ്ത പ്രദേശങ്ങളും, അവിടെയൊക്കെ സുരക്ഷിതമല്ലാത്ത മേൽക്കൂരക്ക് താഴെ ജീവിക്കുന്ന കുറെ മനുഷ്യരുണ്ടാകും. ചിലപ്പോൾ കുന്നിൻ ചെരുവുകൾക്ക് താഴെ താമസിക്കുന്നവരുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത അപകടാവസ്ഥകളിൽ ജീവിക്കുന്ന, വെള്ളക്കെട്ടുകൾക്കരികിൽ, പുഴയോരങ്ങൾക്കരികിൽ ഒക്കെ താമസിക്കുന്നവര്, ഇവരെ ഒക്കെ പലപ്പോഴും ഏതെങ്കിലും സ്കൂളിലേക്കോ മറ്റൊക്കെ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരുടെ കണ്ണെത്തി മാറ്റിയിട്ട് വേണ്ടി വരും. അത് വലിയ രീതിയിൽ അത് നടക്കേണ്ടതാണ്. നമ്മുടെ സംവിധാനങ്ങൾ ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം നിർവഹിച്ചു വരുന്നുണ്ട്. എങ്കിലും നമുക്ക് നമ്മുടെ ബന്ധത്തിലും കുടുംബത്തിലും സുഹൃത്ത് വലയത്തിലും ഒക്കെയുള്ള ആളുകളെ കുറിച്ചൊന്ന് ചർച്ച ചെയ്തുകൂടെ? നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു ചർച്ച നടന്ന് അവരെ ഒരു ഇവാക്വേഷൻ ആ നിലക്ക് നടക്കേണ്ടതുണ്ട്. അവരെ നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ബന്ധത്തിലും കുടുംബത്തിലും ഒക്കെയുള്ള അടഞ്ഞു കിടക്കുന്ന വീടുകളുണ്ട്, പ്രത്യേകിച്ചും പ്രവാസി വീടുകൾ. വർഷത്തിൽ വളരെ കുറഞ്ഞ സമയം മാത്രം തുറന്ന് പ്രവർത്തന സജ്ജമാക്കുന്ന പ്രവാസി വീടുകളുണ്ട്. ആ പ്രവാസി വീടുകളിലേക്കൊക്കെ നമുക്കവരെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാ റൂമുകളും നിങ്ങൾ തുറന്നു കൊടുത്തില്ലെങ്കിലും അവർക്ക് സുരക്ഷിതമായി ഒന്ന് അന്തി ഉറങ്ങാൻ, അവരുടെ കുഞ്ഞുങ്ങൾ അപകടത്തിൽപ്പെടുന്നതോർത്ത് അസ്വസ്ഥതപ്പെടാതിരിക്കാനുള്ള ഇടപെടലുകൾ യഥാർത്ഥത്തിൽ ഈ ഘട്ടം ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ സംഭവിച്ചതിന്റെ ശേഷം എന്താലേ എന്ന് സങ്കടപ്പെട്ട് കണ്ണു നിറക്കുന്നതിലേറെ എമ്പതിയാണ് വേണ്ടത്. നമുക്ക് എന്ത് നിർവഹിക്കാൻ കഴിയും എന്ന് നോക്കി ആ ഒരു ദൗത്യ നിർവഹണത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടം നമ്മളോട് യഥാർത്ഥത്തിൽ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ മഴ കനക്കുന്നതോടുകൂടെ ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത പല വീടുകളുണ്ട്. ഈ വീടുകളിലൊക്കെ അതാത് ദിവസത്തെ ഭക്ഷണത്തിന്റെ കാര്യം മാത്രം ആവില്ല, അവിടുത്തെ വയോവൃദ്ധരായ മാതാപിതാക്കളുടെ മരുന്ന്, അവരുടെ ചികിത്സ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും പ്രതിസന്ധിയിലായിരിക്കും. അതുകൊണ്ട് അതും നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അങ്ങനത്തെ ആളുകളുണ്ടോ? നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതില്ലേ? അവർ ചിലപ്പോൾ ക്യാഷ് കൊടുക്കുന്നതൊക്കെ അപമാനമായി കരുതുന്നവർ പോലും ഉണ്ടാകും. നമ്മളുണ്ടാക്കുന്ന ഫുഡിൽ, നമ്മളുണ്ടാക്കുന്ന കറിയിൽ, നമ്മളുണ്ടാക്കുന്ന മറ്റു അനുബന്ധങ്ങളിൽ കുറച്ചൊരു ഓഹരി അവർക്ക് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത പോലെ, നമ്മൾ പോലും അത് അറിഞ്ഞിട്ടില്ല എന്നുള്ള ഭാവത്തോടുകൂടെ ആ വിഷയം നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. കാരണം നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ നീ ഭക്ഷണം കഴിച്ചുറങ്ങിയാൽ നിന്റെ വിശ്വാസത്തിന് തകരാറുണ്ട് എന്ന് പറയുന്ന മതത്തിന്റെയും വിശ്വാസത്തിന്റെയും അനുയായികൾ എന്നുള്ളവർക്ക്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ കടമപ്പെട്ടതാണ് എന്ന കാര്യം ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ജാഗരൂകമായി ഇടപെടേണ്ടുന്ന ഒരു സന്ദർഭമാണ്. അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.